റോഷൻ അര കുറച്ച് കൂടിയുണ്ടെന്ന് കറുപ്പിക്കേണ്ടി വരും തോന്നുന്നു. ആ നീയാ ഡയലോഗ് പിടിച്ചാടാ. നന്നായിട്ടൊക്കെ ചെയ്യട്ടാ. ആ പിന്നെ എടാ ഞാനും ബാബുരാജും പിന്നെ ബാലുവും കൂടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിനക്ക് വേഷം തന്നിരിക്കുന്നത്. അനൂപിനെ ഞാൻ അകത്തൊക്കെ തിരക്കായിരുന്നു. ഞാൻ ആ പ്രവീണായിട്ട് കോസ്റ്റ്യൂം ഇവിടെ വർക്കുണ്ടോ? ഇന്ന് എനിക്ക് വർക്കില്ല. ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ഇട്ടു നോക്കാൻ വേണ്ടി വന്നതാ. അശോകന്റെ പടം ചെയ്യുന്ന കേട്ട്. ഇല്ല, അതൊരു മാസം കഴിയും. അത് ഈ പിള്ളേരെയൊക്കെ വെച്ചുള്ള ഒരു എക്സ്പെരിമെന്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അശോക് ഇത് വിഷ്ണു ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ഹലോ ജീൻ. ഒന്നുമില്ലടാ, പയ്യനില്ലേ നമ്മുടെ അരുണിന്റെ വേഷം ചെയ്യുന്നത് വിഷ്ണു. അവനിതിനു മുമ്പ് 1-2 പടത്തില് മെയിൻ വേഷത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡയറക്ടർ ജോസാനിന്റെ പടം, പിന്നെ ഒന്ന് ഉമേഷ് ബാബുവിന്റെ പടം. 2 പടവും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്കറിയാലോ. അല്ല, അശോകൻ ചോദിക്കായിരുന്നു നമ്മളായിട്ട് വെറുതെ റിസ്ക് എടുക്കണമെന്ന്. ഞാൻ അറിഞ്ഞ ഉടനെ സച്ചിയോട് കാര്യം പറഞ്ഞു, പടത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പോകണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന് പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല ചേട്ടാ. എന്താപ്പാ നിങ്ങളുടെ ഫസ്റ്റ് പടം, ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പം പ്രിയപ്പെട്ട അത് പൊട്ടിപ്പോയില്ലേ? അതും പറഞ്ഞ് ആരും പിന്നെ വിളിക്കാണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? ശരിയാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ ഷോട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. പോട്ടെ പോട്ടെ, നീ മനസ്സിൽ വെക്കണ്ട. പോട്ടാ ചേട്ടാ. അല്ല ശോക പറഞ്ഞു വന്നപ്പോ അവൻ പറയുന്നത് പകുതി ശരിയാ. പകുതിയല്ല, അവൻ പറയുന്നതാ ശരി. അത് ശരി. ഇപ്പൊ ഞാൻ എന്തോ വിശ്വസിച്ച ബെസ്റ്റ് ആള്. റോഷ, നമുക്ക് പണിയെടുക്കാം. എന്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ചെയ്താരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം. മനോട്ടാ, എന്റെ ഫോണൊന്ന് കട്ട് ചെയ്യൂ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാ നടൻ വിഷ്ണുവിന്റെ കമ്പനിക്കാരൻ ഉസ്മാൻ വില്ലൂട്ടൻ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാക്കാരൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന വിഷ്ണു ആരാ? ഓനാണ് ഈ സിനിമയിലെ നായകൻ. ഹലോ, നിങ്ങൾ വന്നിട്ട് എത്ര കാലായി? ഞാൻ വന്നിട്ട് 19 കൊല്ലം. ആണ് മനസ്സിലാവാത്തത്, പഴയ ആളാണ്. ന്യൂ ജനറേഷൻ ആണ് സിനിമയൊക്കെ. ഓനൊക്കെ അതിന്റെ ആളാണ്. വെറുതെ എണ്ണം കെട്ടോണ്ട് സംസാരിക്കാണ്ട് അവനെ വിളിക്കടാ. ഓനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടില്ല, ഷൂട്ടിങ്ങിലേക്ക് ഒന്നും വിളിച്ചോട്ടെ. പുറത്തിറങ്ങിയിട്ടുള്ള ഓനെ ഫോൺ വിളിച്ച് ഇവിടുന്ന് ഒഴിവാക്കും പറഞ്ഞു. പണി ഞാൻ നോക്കിക്കോളാം.